ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ടെ മിക്സിയുടെ ജാറിലോട്ട് വെളുത്തുള്ളി അലിയും പിന്നെ വറ്റൽമുളകും കൂടെ ചേർത്തിട്ടേ നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി എടുത്താലോ. സിമ്പിൾ പരിപാടിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളിയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ബൾബ് വെളുത്തുള്ളി ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 18 19 എണ്ണം, അത്ര ഒരു 20 എണ്ണം അത്രയൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് എരിവിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വറ്റൽമുളക് ചേർക്കാൻ ഞാനൊരു 4 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് കിട്ടണ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം. അതുവരെയും ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പൊ ദാണ്ടെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ താണ്ടെ ഞാൻ എല്ലാം മാറ്റിയിട്ടുണ്ട്. ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. അപ്പൊ ആ എണ്ണയിലോട്ട് തന്നെ ഞാനൊരു 5 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പൊ മുട്ടയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കണക്കിന് എടുക്കാം. ഞാനൊരു 5 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പൊ ദാണ്ടെ ഒരു 5 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലൂടെ കുറച്ച് ഉപ്പ് ഒന്ന് വിതറി കൊടുക്കാം. ഞാനിതിലേക്ക് ഉപ്പ് വിതറുന്നുണ്ട് കേട്ടോ, പക്ഷെ ക്യാമറയിൽ അത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ആ മുട്ടയുടെ ആ മഞ്ഞക്കരുവൊക്കെ ജസ്റ്റ് ആ ഒരു തവി വെച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് ചെറുതോ വലുതോ ആയ കഷ്ണങ്ങളായിട്ട് ഒന്ന് പിന്നെ നമുക്ക് ചിക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ചൊന്ന് വെന്തതിന് ശേഷമാണ് കേട്ടോ ചിക്കി എടുക്കുന്നത്. കുറച്ചും കൂടെ വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടട്ടെ, അപ്പൊ ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാട്ടോ ഇതൊന്ന് ചിക്കി എടുക്കുന്നത്. അപ്പൊ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചിക്കി എടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് വെന്ത് വന്നിട്ട് ചിക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി പോവും, ഒന്ന് കടിക്കാൻ കിട്ടൂല. അവിടെ ഇപ്പൊ ആണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന രീതിയിലൊന്ന് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഹാർഡായിട്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒരു ചിലി ചിലി എന്നൊരു സൗണ്ട് കേട്ട് തുടങ്ങുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇതും ഈ മുട്ടയും ഈ പാനിൽ നിന്ന് മാറ്റി വെക്കണം. അപ്പൊ ഇത്ര മതിയാവും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പൊ ഞാൻ ആ മുട്ടയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സംഭവമൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വറ്റൽമുളകും വെളുത്തുള്ളിയും അത് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു വലിയ തക്കാളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി അതിന്റെ ആ മേൽഭാഗം ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്, അത് വേണ്ട. ബാക്കി നമുക്ക് തക്കാളി അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചെടുക്കേണ്ടതല്ലേ, അപ്പൊ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല. വലുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. വളരെ കുഞ്ഞു പുളിയാണ് ഞാൻ ചേർക്കുന്നത്, ഒരുപാട് പുളിയൊന്നും വേണ്ട. അത് ഇത്ര മതിയാവും. കുരുവില്ലാത്ത ഭാഗം നോക്കി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് കണക്കിന് ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. കാരണം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ പാൻ തന്നെ ഞാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, ഒരുപാടൊന്നും ചേർക്കണ്ട. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കുറച്ച് ഉണങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോഴും നിങ്ങളിൽ ഫ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ദാണ്ടെ നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന ഐറ്റം കൂടെ ചേർത്ത് ഇടാൻ നോക്കിയതാ, പക്ഷെ അത് മിക്സിയുടെ ജാറിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വീഴുന്നില്ല. അപ്പൊ ഞാൻ കൈ വെച്ച് തന്നെ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ അടപ്പിലും ജാറിന്റെ അടപ്പിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറണം. ഓൾറെഡി പച്ചമണം മാറിയതാണ്, പക്ഷെ തക്കാളിയുടെ ഒരു പച്ചമണം ഉണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ തക്കാളിന്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റുന്നവരെയും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം.
അപ്പോൾ ആണ്ട് ആ ഒരു പച്ചമണമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. തക്കാളിയിലുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് ഒരല്പം വെള്ളം കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി വളരെ കുറച്ച് മാത്രം വെള്ളം ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്ത് ഇത്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ അതാണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ള കുറച്ച് ഉപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലേക്ക് മാത്രം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് അവിടെ കിടന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ ദാണ്ടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ മുട്ട ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ അങ്ങ് മിക്സാക്കി എടുത്താൽ മതി. വേറെ പണിയൊന്നുമില്ല. അപ്പം സംഭവം നമുക്ക് മീനൊക്കെ ഇല്ലാത്തപ്പോഴൊക്കെ ഇപ്പം ആണെങ്കിലും മീൻ കിട്ടാൻ വലിയ പാടാണ്. അപ്പം മീനൊക്കെ ഇല്ലാത്തപ്പോഴൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ മുട്ടയില്ലാത്ത വീടുകൾ ഉണ്ടാവൂലല്ലോ. എല്ലാവരുടെ ഫ്രിഡ്ജിൽ ഒന്ന് രണ്ട് മുട്ടയെങ്കിലും ഉണ്ടാവും. അപ്പം നമുക്ക് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ശടപടയെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനങ്ങനെ ഒരു വേറെ ഒരു കറി ഒന്നും വേണമെന്നില്ല. ഇത് മാത്രം വെച്ച് ഇതിനകത്ത് ചെറിയൊരു അരപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. അടിപൊളി ഒരു ചില്ലി ഗാർലിക് എഗ് ആണ് കേട്ടോ. ഇത് വേറെ ഒരു സ്റ്റൈല് ചില്ലി ഗാർലിക് എഗ്. ക്രീമി ആയിട്ട് നമുക്ക് ചില്ലി ഗാർലിക് എഗ് ഉണ്ടാക്കാം. അപ്പൊ അതാണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സംഭവം അതാണ് കണ്ടോ, സെറ്റ് ആയിട്ടുണ്ട്. എന്ത് വളരെ എളുപ്പമാണ്, എന്ത് പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുത്തത്. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.